ഹായ്, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കാത്തിരുന്ന സ്പെഷ്യൽ എപ്പിസോഡിന്റെ ദിവസമാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു മതാധിപത്യ രാജ്യത്തല്ല. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ജനാധിപത്യത്തെ മതാധിപത്യം വിഴുങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പല വിഷയങ്ങളിലും വിഴുങ്ങുന്നുമുണ്ട്. ആശയപരമായി നേരിടാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ സമാധാനത്തിന്റെ മതമാണ് എന്ന് ഊറ്റം കൊള്ളുന്ന ഒരു വിഭാഗം ആൾക്കാർ ആശയപരമായി എതിരാളിയെ നേരിടാൻ സാധിക്കാതെ വരുമ്പോൾ അപവാദങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, അപഹാസ്യങ്ങൾ, ഇല്ലാ കഥകൾ ഒക്കെയും ഫലം കണ്ടില്ല എന്ന് വരുമ്പോൾ ഒടുവിൽ ആയുധമെടുക്കാനും മടിയില്ലാത്തവർ, ഇത് നാം വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്, ഓർമ്മിക്കേണ്ടി വരുന്നത്, ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്, ഈ രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യം എത്രമേൽ വളർന്നിട്ടുണ്ട്, എത്രമേൽ സ്വാതന്ത്ര്യം ഓരോ പൗരനും ലഭിക്കുന്നുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു മതത്തെ ആർക്കും സ്വീകരിക്കാം, നിരാകരിക്കാം. മതജീവിതത്തെയും മതരഹിത ജീവിതത്തെയും ഒന്നുപോലെ തന്നെ അംഗീകരിക്കുകയും അതിനെ സ്വാഗതം ചെയ്യുകയും അതിനെ സ്വാതന്ത്ര്യമായി കരുതുകയും ചെയ്യുന്ന ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും, അതായത് നാം മതം ഉപേക്ഷിച്ച ഓരോരുത്തരും അവനവന്റെ മതത്തിൽ നിന്ന്, മതത്തിന്റെ പൗരോഹിത്യത്തിൽ നിന്ന് ഒരുപാട് വെല്ലുവിളികൾ, പീഡനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടുത്തലുകൾ അനുഭവിക്കുന്നവരാണ്. സമാധാന മതത്തെ ആരെങ്കിലും വിമർശിച്ചാൽ, ആ മതത്തിന്റെ കൊള്ളരുതായ്മകളെ കുറിച്ച് ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ, ആ മതത്തിന്റെ മത നേതാവിനെ കുറിച്ചോ എല്ലാവർക്കും ഒന്നുപോലെ രക്ഷിതാവാണ് എന്ന് പറയുന്ന അള്ളാഹുവിനെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞാൽ ആയുധമെടുത്തുകൊണ്ട് അവരെ നേരിടുന്ന ഒരു പറ്റം ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പോ നാം മതനിരപേക്ഷത പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, ഒരു വിഭാഗം ആൾക്കാർ ഒരു മതം മാത്രം നല്ലതാണ് എന്ന് വിശ്വസിക്കുകയും ആ മതത്തിൽ എന്തോ ചക്കരയുണ്ട് എന്ന് വിശ്വസിച്ച് അതിലേക്ക് ചേക്കേറുകയും ചെയ്യുമ്പോൾ അവരെ കൊട്ടിഘോഷിച്ചു കൊണ്ടു നടക്കുന്നു വിളക്കുമടങ്ങളായി. അവർക്കതാ പ്രകാശം ലഭിച്ചിരിക്കുന്നു. ഒരുപാട് മണ്ടന്മാർ, വിവരദോഷികൾ, ബുദ്ധിയില്ലാത്തവർ മതം ഉപേക്ഷിക്കുമ്പോൾ ബുദ്ധിയുള്ളവർ ദാ മതത്തെ കുറിച്ച് പഠിക്കുന്നു. ഒരുപാട് സയന്റിസ്റ്റുകൾ കൂട്ടമായി മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇനിയും ഒരാൾ ഒരു പ്രത്യേക മതം സ്വീകരിക്കുകയും പിന്നീട് അവർക്ക് ബോധോദയം ഉണ്ടായി അവർ അവരുടെ പൂർവ്വ മതത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്താൽ ഈ മതം സ്വീകരിച്ച കുറേയധികം ആൾക്കാരെ കൊണ്ടുവന്ന് നിരത്തുന്നു അവർക്ക് മറുപടി പറയാൻ. ശരിക്ക് ഒരു മതം സ്വീകരിച്ചവർക്ക് മറുപടി പറയേണ്ടത് ആ മതം ഉപേക്ഷിച്ചവരാണ്. ചെളിയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ആ ചെളിയുടെ മണം നമുക്ക് അനുഭവപ്പെടില്ല. അവിടെ നിന്ന് മാറിയാൽ മാത്രമേ ആ ചെളി എത്രമാത്രം മാലിന്യമായിരുന്നു, എത്രമാത്രം മലിനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ നാം പരിചയപ്പെടുത്തുന്ന ആൾക്കാരൊക്കെ തന്നെയും ആർക്കു മുന്നിലും അവരുടെ ആശയം, അവരുടെ ആദർശം, അവർ മനസ്സിലാക്കിയ സത്യം തുറന്നു പറയാൻ ആർജവം കാണിക്കുന്നവരാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ള വിശിഷ്ട വ്യക്തി അത്തരത്തിൽ ഒരാളാണ്. ഏതാണ്ട് അരനൂറ്റാണ്ടു കാലമായി ഇസ്ലാമിക കുടുംബത്തിൽ നിന്നും, എക്സ്പെഷ്യലി ഇസ്ലാമിക പണ്ഡിതനായിരുന്ന ഒരു പിതാവിന്റെ മകൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച് തീർത്തും ഒരു യുക്തിവാദിയായി മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ജീവിച്ച് ഇപ്പോഴും യുക്തിവാദം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഈ കോഴിക്കോടിന്റെ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ തന്നെ ഏറ്റവും കൂടുതൽ മതരഹിത പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന KK അബ്ദുൽ അലി മാഷാണ്. മാഷിനെ ഞാൻ ഹൃദ്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് മതം ഉപേക്ഷിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകാം. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കാപ്പാട് സ്വദേശിയാണ്. അവിടെ തന്നെ അധികകാലം സ്കൂളിൽ അറബി അധ്യാപകനായി ജോലി ചെയ്തു. അവിടുന്ന് പിന്നെ കുറച്ചു കാലം കോഴിക്കോട് ടൗണിൽ നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിൽ വന്നു. അവിടെ നിന്നാണ് ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞത്.
ഞാൻ 1970 മുതൽ യുക്തിവാദിയായിട്ട് മാറിയിട്ടുണ്ട്. യുക്തിവാദി സംഘവുമായിട്ട് 79 മുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ആ പ്രവർത്തനം തുടരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മാഷിന്റെ ഉപ്പ വലിയൊരു ഇസ്ലാമിക പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോഴും കാപ്പാട് സ്വദേശികള് ആണ്ട് കഴിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മത മേഖലയിൽ നിന്ന് എങ്ങനെയാണ് മാഷ് യുക്തിവാദത്തിലേക്ക് വരാനിടയായത്? ഞാൻ അധ്യാപകന്മാരിൽ ചിലരുമായിട്ട് ചർച്ച ചെയ്തപ്പോഴും കൊയിലാണ്ടിയിൽ ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു, പന്തലായിനി GMLP സ്കൂൾ. അവിടെ ഒരു അധ്യാപകനുണ്ടായിരുന്നു. അയാൾ ശരിക്കും യുക്തിവാദം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളാണ്. അദ്ദേഹവുമായി ചർച്ച ചെയ്തപ്പോഴാണ് ഇതാണ് ശരിയെന്നുള്ള ബോധ്യം എനിക്ക് വന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ CN രാമമൗലിയുടെയും മറ്റു സാഹിത്യങ്ങൾ വായിച്ചിട്ട് ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. എങ്കിലും അതിനൊരു കൃത്യമായ ഒരു രേഖ ഉണ്ടാക്കി തന്നത്, ഒരു വഴിത്തിരിവായത് ഈ ശങ്കരൻ മാഷുമായിട്ട് ഞാൻ കാണുന്ന ആ അവസരമാണ്. ദർസുകളിലൊക്കെ ദർസുകളിൽ ഞാൻ ഒരു 10 കൊല്ലത്തോളം ഞാൻ പള്ളി ദർസുകളിൽ കിതാബ് ഓതാൻ വേണ്ടി പോയിട്ടുണ്ട്. എൻ്റെ വാപ്പയും മുദരിസായിരുന്നു പള്ളിയിൽ. എൻ്റെ വാപ്പ ഒറിജിനൽ ഷൊർണൂർ സ്വദേശിയാണ്. ഷൊർണൂരിനടുത്ത് പല്ലൂർ എന്ന് പറയും, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ആ സ്ഥലം. അദ്ദേഹം കാപ്പാട് വന്നതാണ് മുദരിസായിട്ട് പള്ളിയിൽ. അങ്ങനെയാണ് എൻ്റെ ഉമ്മാനെ അവിടുന്ന് കല്യാണം കഴിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തില് മാഷൊക്കെ യുക്തിവാദത്തിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളൊന്നും യുക്തിവാദികളായിട്ടില്ല. അന്ന് മുസ്ലിം പേരുള്ളവർ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അപ്പൊ മാഷ് ധൈര്യത്തോടുകൂടി ഈ യുക്തിവാദം പറയാനും പ്രചരിപ്പിക്കാനും ഇറങ്ങിയപ്പോൾ കുടുംബം, സമൂഹം, സുഹൃത്തുക്കൾ എങ്ങനെയാണ് മാഷിനെ സ്വീകരിച്ചത്? ഞാനൊരു സർക്കാർ സ്കൂൾ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ജീവിത സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. ഉപജീവനത്തിൻ്റെ വഴി എനിക്ക് എൻ്റെ സ്വന്തം കയ്യിലുള്ളൊരു അവസരമുണ്ട്. അതിൻ്റെതായ സ്വാതന്ത്ര്യവും സൗകര്യവും ഞാൻ അനുഭവിച്ചിരുന്നു. എന്നാലും ധാരാളം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. സമുദായത്തിൽ പല ആളുകളും വിവാഹത്തിന് മറ്റു കാര്യങ്ങൾക്കൊന്നും പറയാതെയും സ്വന്തക്കാരായ പല ആളുകളും കണ്ടാമിണ്ടാതെ പോവുകയും അങ്ങനെ പലതരത്തിലുള്ള ബഹിഷ്കരണങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഞാനതൊന്നും തന്നെ വകവച്ചില്ല. അത് വകവയ്ക്കില്ല എന്ന് കാണുമ്പോൾ അവർ സ്വയം പിൻവലിക്കുന്ന ഒരവസ്ഥ പിന്നുണ്ടായി. ഏതെങ്കിലും രൂപത്തിൽ മാഷ്ക്ക് ഒരു മോറൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് യുക്തിവാദ മേഖലയിലേക്ക് വരുമ്പോൾ ആരിൽ നിന്നെങ്കിലും ഉണ്ടായിരുന്നു? മോറൽ സപ്പോർട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മോറൽ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. CPM-ന്റെ പ്രവർത്തകരൊക്കെ ഏറെക്കുറെ നമ്മളെ കൂടെ സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മളവിടെ മുസ്ലിംകളല്ലാത്ത ഒരുപാട് നിരീശ്വരവാദികൾ നമ്മളെ പഞ്ചായത്തിൽ, ചേമഞ്ചേരി പഞ്ചായത്ത്, ആ പഞ്ചായത്തിലുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു സപ്പോർട്ടുണ്ട് എനിക്ക്. കാപ്പാട് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളൊരു റിജിഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് സൊസൈറ്റി, ഭൂരിപക്ഷവും മുസ്ലിംസാണ്. 98% എന്ന് പറഞ്ഞ മാതിരി മുസ്ലിംസ് തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് പള്ളികളും മദ്രസകളും കുറേയധികം മതപണ്ഡിതന്മാരും മതാധ്യാപകരുമായിട്ടുള്ള ഒരു മേഖലയാണ് കാപ്പാട്. ആ മേഖലയിൽ വളരെ എതിർപ്പ് സ്വാഭാവികമായും ഉണ്ടാവും. പക്ഷേ അതൊക്കെ തന്നെ വകവെക്കാതെ ഞാൻ നിന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. സ്കൂളിൽ നിന്ന് 1-2 പ്രാവശ്യം എന്നെ സ്ഥലം മാറ്റം ഉണ്ടായി. ഒരു പ്രാവശ്യം നാദാപുരത്തേക്ക് മാറ്റി, കോഴിക്കോട് ജില്ലയുടെ വടക്ക് ഭാഗത്ത് നാദാപുരം, അവിടേക്ക് മാറ്റി. ശരിക്കും ആശ മതത്തിലായിരുന്നപ്പോഴാണോ ജീവിതത്തിന്റെ ഒരു നല്ല നിമിഷങ്ങൾ ആസ്വദിച്ചത്, അതോ മതം വിട്ടപ്പോഴാണോ? രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്തൊന്ന് പറയാമോ? തീർച്ചയായും മതം വിട്ട അവസരത്തിൽ നമുക്ക് ധാരാളം സമയം കിട്ടിയോ. പ്രാർത്ഥനയ്ക്ക് സമയം പോകണ്ട, മറ്റുവിധ പല കാര്യങ്ങളും ആലോചിച്ച് ഉണ്ടാക്കേണ്ട, എല്ലാത്തിനും കാര്യകാരണ ബന്ധങ്ങളും ന്യായങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയവും സൗകര്യവും അതുകൊണ്ട് വരുന്നുണ്ട്. അല്ല, ജീവിതത്തിലുണ്ടായ മാറ്റം, അതായത് മതത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ട്, നമുക്ക് ഒരു ഗ്രന്ഥമുണ്ട്, ചെയ്യാനും ചെയ്യാതിരിക്കാനും. മതത്തിലല്ല അടുക്കും ചിട്ടയുള്ളത്. അടുക്കും ചിട്ടയെ നമ്മൾ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ പ്രശ്നങ്ങൾ തീരുമാനിക്കുകയും നമ്മുടെ വിശ്വാസങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ അടുക്കും ചിട്ടയുണ്ട്. അതല്ല പക്ഷെ ഒരു കുടുംബ വ്യവസ്ഥിതി എന്നൊക്കെ പറയുന്നത് മതം മുമ്പോട്ട് വെക്കുന്ന ഒരു സന്ദേശമല്ല. കുടുംബ വ്യവസ്ഥിതി മതം മുമ്പോട്ട് വെക്കുന്നതല്ല. കുടുംബ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് പരമ്പരാഗതമായിട്ട് വന്നിട്ടുള്ളതാണ്. അതൊരു മതത്തിൻ്റെ മാത്രം കുത്തകയല്ല. അത് വളരെ മുമ്പേ മനുഷ്യൻ ആചരിച്ചു വരുന്ന ഒരു ആചാരമായിട്ട് അങ്ങനെ തുറന്നു വരുന്നതാണ് കുടുംബ വ്യവസ്ഥിതി. ഓക്കെ, മതത്തിൽ ഇപ്പം മാഷ് മതം വിട്ടു. അപ്പം മതത്തില് മാഷ് കണ്ട ക്രമക്കേടുകൾ, അതല്ലെങ്കിൽ നമുക്ക് ലോജിക്ക് ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇല്ലോജിക്കലായിട്ടുള്ളത് എന്തെങ്കിലും നമുക്ക് കണ്ടിട്ടായിരിക്കണമല്ലോ മാഷ് മതം വിട്ടിരിക്കുക. അത് ഏതെങ്കിലും 2-3 കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? ഇസ്ലാം മതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യാവസാനം അന്ധവിശ്വാസങ്ങളാണ്. അത് സ്ത്രീ വിവേചനങ്ങളാണ് ധാരാളം. വിവാഹമോചനം, പിതൃസ്വാവകാശം മുതലായ പ്രശ്നങ്ങളിലൊക്കെ
മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ധാരാളം വിവേചനങ്ങൾ നേരിടുന്നുണ്ട്. അതൊക്കെ ഞാൻ ഈ ഇതിൽ വിവാദത്തിലേക്ക് കാലെടുത്ത് വെച്ച മുതൽക്ക് തന്നെ എനിക്കത് മനസ്സിലാക്കാൻ സ്ത്രീ വിവേചനം എന്ന് പറയുമ്പോൾ മാഷ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പുരുഷന്മാര് ഇടപെടുന്ന എല്ലാ മേഖലകളും സ്ത്രീകൾക്ക് കായികമായിട്ട് ആണിന് പെണ്ണിന് എന്നൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ. കായികമായ വ്യത്യാസം പുരുഷന്മാർ തമ്മിലില്ലേ? എല്ലാ പുരുഷന്മാരും ഒരേ കായിക ബലമാണ്. അത് അവകാശങ്ങളെ ബാധിക്കാൻ പാടില്ല. കായികമായി ബലമുണ്ടോ ഇല്ല എന്നുള്ളത്. പെണ്ണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പുരുഷന്റെ ഒരു തണല് അവൾ ആഗ്രഹിക്കുന്നു, അവളെ ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല. അത് പുരുഷനും ആഗ്രഹിക്കുന്നുണ്ടാവും. ആ ആഗ്രഹമല്ല അവിടെ പ്രശ്നം. സ്ത്രീക്ക് പുരുഷന് തുല്യമായ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും കിട്ടണം. അത് തീർച്ചയായും സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. പുരുഷന്മാരത് വഹിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് ഒരു മതവും അത് തടസ്സപ്പെടുത്താൻ പാടില്ല. എന്ന് പറയുമ്പോൾ പുരുഷൻ പുറത്തിറങ്ങി നടക്കുന്നത് പോലെ അരമുണ്ടുടുത്ത് പെണ്ണ് പുറത്തിറങ്ങി നടക്കുന്നതാണ് സമത്വം എന്നാണോ മാഷ് ഉദ്ദേശിക്കുന്നത്? എന്നല്ല, അഥവാ ഒരു സ്ത്രീക്ക് മാത്രമായിട്ട് ഒരു കാര്യത്തിൽ ഒരു വിലക്ക് പാടില്ല എന്നേ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം വിലക്കപ്പെട്ടതാണെങ്കിൽ അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ആയിരിക്കണം അതിൻ്റെ വിലക്ക്. സ്ത്രീക്ക് വിലക്കും പുരുഷന് വിലക്കില്ലായ്മ എന്നുള്ള അവസ്ഥ പറ്റൂല. അല്ല, കുടുംബനാഥൻ എന്ന് പറയുന്നത് പൊതുവെ നമ്മളെ ആരെയാണ് അംഗീകരിക്കുന്നത്? നമ്മള് ഇപ്പൊ റേഷൻ കാർഡിലായിരുന്നാലും കുടുംബനാഥൻ, കുട്ടികളുടെ ഇപ്പോൾ പുതിയ കാലത്ത് കുടുംബനാഥയാണ് കാണുന്നത്. ഇപ്പം റേഷൻ കാർഡിലൊക്കെ പേര് ചേർക്കുന്ന സ്ത്രീകളുടെ പേരാണല്ലോ. അപ്പോൾ അവിടെ നാഗാനാഥൻ എന്നുള്ള ആ സങ്കല്പത്തിനൊന്നും വലിയൊരു പ്രസക്തിയൊന്നുമില്ല. അത് കൂട്ടായുള്ളൊരു ജീവിതം അങ്ങനെ പോകുന്നു എന്ന് മാത്രം. താങ്കളുടെ മതജീവിതവും മതരഹിത ജീവിതവും ഒന്ന് താരതമ്യപ്പെടുത്താമോ? മതം ഉപേക്ഷിച്ചതോടുകൂടി എനിക്ക് ധാരാളം ആശ്വാസമായി തോന്നിയത്. ഒരുപാട് സമയം നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ചെലവാക്കുമായിരുന്നു. പിന്നെ ഏത് കാര്യവും തന്നെ നമ്മളെ പ്രവൃത്തിയിൽ പകുതി ദൈവം ശരിയാക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പ്രവൃത്തിയിൽ ഒരു ക്ഷീണം പറ്റാൻ സാധ്യത ഉണ്ടായിരുന്നു. കാരണം പഠിച്ചവൻ പകുതി ദൈവം പാതി താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ദൈവത്തിനൊരു പാതി കൊടുക്കുന്നത് കൊണ്ട് നമ്മള് ആ പാതി നമ്മൾ വർക്ക് ചെയ്യാതെ ആയിപ്പോവും, ആ പാതി നമ്മൾ പ്രവർത്തിക്കാതെ ആയിപ്പോവും. അപ്പൊ അത് നമുക്ക് ഇപ്പോഴത്തെ വിശ്വാസം കൊണ്ട്, അതായത് മതത്തെയും ദൈവത്തെയും നിഷേധിച്ചത് കൊണ്ട് ആ കാര്യവും കൂടി നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ കാര്യങ്ങൾ കൂടുതൽ ശക്തമായി ചെയ്യും. അത് ആശ്വാസത്തോടു കൂടി, അതുകൊണ്ട് കിട്ടുന്ന ഒരു ആശ്വാസം കൊണ്ട് നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളെ വിജയത്തിന്റെ അടിസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മളെ മനസ്സിനൊരു സന്തോഷം തരുന്നത്. മറ്റേ പകുതി കാര്യം വേറെ ആളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ അതിന്റെ ഒരു അസംതൃപ്തി, ഒരു സന്തോഷക്കുറവും ഉണ്ടാവും. അതല്ല, ഇത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഗുണദോഷങ്ങൾക്ക് ഒക്കെ ഉത്തരവാദി എന്നുള്ള നിലയ്ക്ക് കരുതലോടെ പ്രവർത്തിക്കും. അത്തരം പ്രവർത്തനത്തിന്റെ ഒരു ആശ്വാസം മനസ്സിലുണ്ടാവും. അതും മതത്തിലുള്ള കാലത്തേക്കാൾ ആശ്വാസം മതത്തിൽ നിന്ന് ഒഴിവായതിനു ശേഷമാണ്. ധാരാളം സമയം ലാഭമുണ്ട്, ധാരാളം സാമ്പത്തിക ലാഭം ഇതുകൊണ്ട് വരാൻ. ഹജ്ജ് അതുപോലെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ലക്ഷക്കണക്കിന് കൊടുക്കുക ചെലവാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് വേറെ എന്തെങ്കിലും ക്രിയാത്മകമായ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള മറ്റ് നമ്മളെക്കാൾ അവശതയുള്ള സഹായം അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനൊക്കെ എനിക്കതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ സന്തോഷമുള്ളത് മതം ഒഴിവാക്കിയതിനു ശേഷമാണ്. തീർച്ചയായും അങ്ങനെയാണ്. ഇസ്ലാമിനെ ആരൊക്കെ എത്രയൊക്കെ തന്നെ വിമർശിച്ചാലും മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം എന്നാണ് ഇസ്ലാമിക പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത്. പറയുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ശരിയാവില്ലല്ലോ. അത് ലോക മുസ്ലിങ്ങൾ പോയിട്ട് നമ്മുടെ സ്വന്തം കുടുംബക്കാരായാലും നമ്മുടെ ഗുരുനാഥന്മാരായാലും ആര് പറഞ്ഞാലും ശരിയും തെറ്റും നമ്മൾ മറ്റൊരു വിധത്തിലാണല്ലോ കാണേണ്ടത്. ശരിയെയും തെറ്റിനെയും അത് കുറെ ആളുകൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളല്ലേ ലോകത്ത് കൂടുതലുള്ള മുസ്ലിങ്ങളെ സമ്മതിക്കുമോ? അവരാണ് ശരിയെന്ന്. ഇന്ത്യയിൽ വന്നാൽ ഹിന്ദുക്കളാണല്ലോ ബഹുഭൂരിപക്ഷം. ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളും ആരാധനകളും ശരിയാണെന്ന് മുസ്ലിങ്ങൾ സമ്മതിക്കും. അപ്പൊ എണ്ണം നോക്കിയിട്ടല്ലല്ലോ ആരും കാര്യം തീരുമാനിക്കുന്നത്. അത് ശരിയും തെറ്റും നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ ശരി തെറ്റുകളെയാണ് പരിശോധിക്കേണ്ടത്. എത്ര ആള് കൂടെ നിൽക്കുന്നു എന്നുള്ളതല്ല. നമ്മളെ ന്യൂനപക്ഷമാണെങ്കിലും നമ്മൾ വളരെ ഒറ്റപ്പെട്ട ആളുകളാണെങ്കിലും നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ശരി. അതല്ലാതെ മറ്റുള്ളവർ പറയുന്നതല്ല ശരി. കുടുംബക്കാർ, സുഹൃത്തുക്കൾ ഇവരൊക്കെ താങ്കളുടെ യുക്തിവാദത്തെ വിമർശിക്കുക, എതിർക്കുക, ഒറ്റപ്പെടുത്തുക തുടങ്ങിയവ എന്തെങ്കിലും? എന്റെ കുടുംബത്തിലെ കടുത്ത മതവിശ്വാസികളായ ആളുകളിൽ തന്നെ എല്ലാവരും എന്നോട് എതിർപ്പായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. അവരിൽ തന്നെ ചില പ്രത്യേക ആളുകൾ, ചില വിഭാഗ ആളുകൾ എന്നോട് മതമുട്ടത്തിന്റെ പേരിൽ ഒരു അതൃപ്തി കാണിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ ഭക്തരായിട്ടുള്ള ആളുകൾ തന്നെ നമ്മുടെ കുടുംബത്തിലെ പലരും എന്നോട് വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്.
കുറെ ഫ്രണ്ട്സിനൊക്കെ ഇത് മതപരമായ കാര്യങ്ങൾ കൊണ്ട് ആരോഗ്യം തോന്നിയിട്ട് ഒഴിഞ്ഞു നടത്തിയും നമ്മളെ സംസാരിക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പഴയ ഫ്രണ്ട്സുകളായ പലരും വളരെ സൗഹാർദ്ദപരമായി അന്നത്തെ പോലെ തന്നെ പെരുമാറിയിട്ടുണ്ട്. പെരുമാറ്റത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അതാണ് സംഭവം. ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസം, പർദ, മഫ്ത തുടങ്ങിയവയാണത്രേ ഇസ്ലാമിലേക്ക് പലരെയും അടുപ്പിക്കുന്നതും ആകർഷണീയത തോന്നിപ്പിക്കുന്നതും. എന്ന് പറഞ്ഞാൽ അതിന്റെ ആകർഷണീയം എന്താണെന്ന് ആരാണ് പറയുന്നത്? ആരും അത് ആകർഷണീയമായ വസ്ത്രമാണെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതേ ഒരു മൂടിപ്പറിച്ച് ഇങ്ങനെ ആൾക്കാർ നടക്കുമ്പോൾ അതിൽ ഏതാ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒക്കെ പോകാനുള്ള ഒരവസരമായി. അവർക്കൊക്കെ മൂടിപ്പറിച്ച് എന്ത് ചെയ്യാനുള്ള ഒരു അവസരമാണ് അത്. എല്ലാവർക്കും ആ പർദ്ദയിട്ട് കഴിഞ്ഞാൽ പർദ്ദയിട്ട് പോകുന്ന ആളുകളെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവരെ പർദ്ദ പരിശോധിച്ച് അവർ ആണെന്നാണോ പൊന്നെന്നാണോ പർദ്ദ നോക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മതവികാരം വർണ്ണപ്പടലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. അത് പിന്നെ ഒരു ന്യൂനപക്ഷാവകാശ ദംശനമാക്കിയിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. അല്ലാതെ പർദ്ദ കൊണ്ടൊരു ആകർഷണം ഉള്ളതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പർദ്ദ കൊണ്ട് കള്ളന്മാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് എന്നുള്ളത് മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ആകർഷണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്തത് ഏകദൈവ വിശ്വാസം. ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് അത് ഏകദൈവ വിശ്വാസം നല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിലുള്ളത് അള്ളാഹുവിൽ മാത്രമുള്ള വിശ്വാസമാണ്. പല ദൈവങ്ങളിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ എടുത്ത് ഞാൻ ഈ ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഇസ്ലാമതോ ആ വിശ്വാസമല്ല. പല ദൈവങ്ങളിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ എടുത്ത് ഞാൻ ഈ ഒരു ദൈവത്തെ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആവുകയില്ല. അള്ളാഹു എന്ന ദൈവത്തിൽ മാത്രമുള്ള വിശ്വാസം എന്നാണ് ഒരു മുസ്ലിമിൽ വിശ്വസിക്കുന്നത്. അതും അവരെ പറഞ്ഞ് ഏകദൈവ വിശ്വാസം എന്നുള്ളത് മതത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കാത്ത ആളുകൾ പറഞ്ഞു വരുത്തിയിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഏകദൈവ വിശ്വാസമല്ല, അള്ളാഹുവിൽ മാത്രമുള്ള വിശ്വാസമാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ആ പറച്ചിൽ തന്നെ തെറ്റാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ്. പിന്നെ അള്ളാഹുവിൽ മാത്രമുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഇല്ല എന്നുള്ള അങ്ങനെ ഒരു ദൈവം ഇല്ല എന്നുള്ള ഉറപ്പ് ഉള്ളത് കൊണ്ട് അത് അനാവശ്യമായ വിശ്വാസമാണ്. അത് മറ്റൊരു കാര്യം. ഇതിൽ രണ്ട് തെറ്റാണുള്ളത്. ഒന്ന് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നതും തെറ്റാണ്. ഒരു ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടായാൽ പോരാ, അള്ളാഹുവിൽ മാത്രം വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ദൈവമില്ല എന്നാണ്. ഏകദൈവമല്ലാതെ ദൈവമില്ല എന്ന് പറയാൽ അവിടെ ഒരു ഏകം എന്ന് പറയുന്നതിന് ഒരു അർത്ഥം കിട്ടില്ല. അതാണൊന്ന്. ഇസ്ലാം മതം സ്വീകരിച്ചവർ പറയുന്നു, ഇസ്ലാം മതത്തെ പ്രത്യേകമാക്കുന്നത് അതിൽ ബിംബാരാധന ഇല്ലാത്തതാണത്രേ. അതിനെക്കുറിച്ച് മാഷെ രണ്ടു വാക്ക്. ബിംബങ്ങളെ ആരാധിക്കില്ല എന്ന് പറഞ്ഞാൽ ബിംബം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഹിന്ദു ദേവാലയങ്ങളിലൊക്കെ ബിംബങ്ങളെ ആരാധിക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഈ ബിംബമല്ല ദൈവം. മനസ്സിൽ ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബിംബത്തെ അവർ കാണുന്നത്, ഒരു പ്രതീകത്തെ കാണുന്നത്. ഇപ്പോൾ അതിലുള്ള സുവറി എന്ന് പറയുന്ന കല്ല് കയറുവയ്ക്കൊന്നും വെക്കുന്നു. ഒന്നാമത്തരത്തിൽ അത് മുഹമ്മദ് നബി ജന്മിച്ച കല്ലാണെന്നുള്ള ആൾക്കാണ് പോയി ചിന്തിക്കുന്നത്. അതുപോലെ കാബൻ തവാഫ് ചെയ്യുന്ന അവസരത്തിൽ അവിടെ പണ്ട് ഇബ്രാഹിം നബി തവാഫ് ചെയ്തിരിക്കുന്നു, കാബ ചുറ്റിയിരിക്കുന്നു. കാബൻ വരേണ്ടി വെക്കുന്ന അവസരത്തിൽ അത് ഇബ്രാഹിം നബി ചെയ്തു എന്നുള്ളതാണ്. അവിടെയൊക്കെ തന്നെ ബിംബങ്ങളുണ്ട്. പക്ഷേ ഈ ബിംബങ്ങളെ ആരാധിക്കുന്നത് അവരെ ഒരു ദൈവത്തിന്റെ പ്രതീകങ്ങൾ എന്ന നിലക്കാണ്. അത് കേവലം ഒരു അന്തം ഒരു പ്രതീകവും ഇല്ലാത്ത ഒരു വിശ്വാസത്തെക്കാൾ കുറച്ചുകൂടി മനുഷ്യ മനസ്സിന് സത്യമായി വരാൻ സാധ്യതയുള്ളത് ബിംബങ്ങളെ ആരാധിക്കുന്നതാണ്. ബിംബാരാധന ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അത് ശാസ്ത്രീയമാണെന്നല്ല. പക്ഷെ ഒരു ശൂന്യതയെ ആരാധിക്കുന്നതിലും നല്ലത് ഒരു പ്രതീകത്തെ ആരാധിക്കുന്നതാണ്. ആയിരിക്കും ഭക്തന്റെ മനസ്സിൽ ദൈവം കുടിയിരിക്കാൻ കൂടുതൽ സൗകര്യമായിട്ടുള്ളതെന്നാണ് എന്റെ അഭിപ്രായം. ഇസ്ലാമിൽ മാത്രം നമ്മൾ കേൾക്കാറുള്ള ഒരു പദമാണ് പണ്ഡിതന്മാർ. പലരും നമുക്ക് കമന്റ്സ് എഴുതും, നമ്മളെ ഇങ്ങനെ അഡ്വൈസ് ചെയ്യും, മതം പഠിക്കേണ്ടത് കേവലം പണ്ഡിതന്മാരിൽ നിന്നാണ്, അതല്ലാതെ ജാമിദമാരിൽ നിന്നല്ല എന്ന് പലരും എഴുതി കാണാറുണ്ട്. അതിനെക്കുറിച്ച് മാഷെ. ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നവരിൽ ഭൂരിപക്ഷവും പൊതുവിദ്യാഭ്യാസമോ പൊതുകാര്യങ്ങളെ പറ്റിയോ മറ്റു മതങ്ങളെ പറ്റിയോ മറ്റു ദൈവങ്ങളെ പറ്റിയോ ഒന്നും അറിയാത്തവരോ ഒരുതരം ഈ ലോക വിവരമില്ലാത്തവരുമാണ് ഈ പണ്ഡിതന്മാരെന്ന് പറഞ്ഞു നടക്കുന്നവര്. അത് മറ്റു വിഷയങ്ങൾക്കൊക്കെ പണ്ഡിതന്മാരെന്ന് പറയലില്ല. ഈ മതം പഠിച്ച ആളുകൾക്ക് അറിയാതെ പണ്ഡിതന്മാര് എന്താണ് ഈ അവരുടെ പാണ്ഡിത്യം. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ പഠിച്ച ആളുകൾ ലോകത്തുണ്ട്.
ആ നാട്ടിലുണ്ട്. അവരെ പറ്റിയൊന്നും ഈ പണ്ഡിതന്മാരെന്ന് പറയാതെ ഇവർക്ക് മാത്രം ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നത് സ്വയം അടിച്ചണയുന്ന എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു പാണ്ഡിത്യം അവർക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഓരോരുത്തരും ആശയങ്ങൾ അത് പണ്ഡിതന്മാരെ അവലംബമാക്കുക എന്നുള്ളതല്ല, അതിനുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നോക്കുക, അതിന്റെ അടിസ്ഥാന ആശയങ്ങൾ നോക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാരെ മാത്രം കണക്കാക്കിയിട്ട് പോവുക എന്നുള്ളത് ശരിയാവും, അതല്ല ശരി. പണ്ഡിതന്മാർ ഒന്നും ആരും അല്ലാത്തത് അവരിങ്ങനെ വലുതാക്കിയിട്ട് സ്വയം പൗരോഹിത്യമാണ് എടുത്തണിഞ്ഞിട്ട് ഞങ്ങൾ ഇതിന്റെ ഒക്കെ ഒരു അധികാരമുള്ള ആളുകളാണ് ഇത് പറയാനും ചെയ്യാനൊക്കെ ഇത് തീരുമാനിക്കാനൊക്കെ ഞങ്ങൾക്കാണ് അധികാരമുള്ളത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറഞ്ഞു നടക്കുന്നതല്ലാതെ പണ്ഡിതന്മാര് ഒരു പ്രശ്നമല്ല, അവരെ പറ്റ വിട്ടുകളയേണ്ടതാണ്. യുക്തിവാദികൾക്ക് മറുപടി പറയാൻ വരുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ പൊതുവെ പറയുന്ന ഒരു പ്രയോഗമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അറബി ഭാഷയിലാണ്. അതുകൊണ്ട് അറബി ഭാഷയിൽ നൈപുണ്യം നേടിയവർക്ക് മാത്രമേ ഇസ്ലാമിക പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇസ്ലാമിൽ തീവ്രവാദമുണ്ട് എന്ന രൂപത്തിൽ ഇസ്ലാമോഫോബിയ പരത്തുന്നത്. അതിൽ മാനവിക വിരുദ്ധമായി യാതൊന്നും തന്നെയില്ല എന്ന് പറയുന്ന ചോദ്യത്തെ മാഷ് എങ്ങനെ നോക്കിക്കാണുന്നു? അറബി പഠിച്ചത് കൊണ്ടല്ലല്ലോ ഈ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇസ്ലാം മതത്തിലെ വന്ന് നിൽക്കുന്നത്. അപ്പം ഇസ്ലാം മതത്തെ വിശ്വസിക്കാൻ അറബി പഠിക്കണ്ടെന്നും വിശ്വാസം നിഷേധിക്കാൻ വേണ്ടി മാത്രം അറബി പഠിക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അറബി പഠിച്ചവരല്ലേ അത് മറ്റു ഭാഷകളിലേക്ക് എഴുതി വെച്ചത്. അത് അപ്പം അവര് ആ ആശയം തന്നെയല്ലേ അവരും പറയുന്നത്. അറബി ഭാഷയിൽ എന്താണ് ഉള്ളത് അതാണ് അതിൻ്റെതാണ് പരിഭാഷ വരുന്നത്. അപ്പൊ അത് പരിഭാഷ വായിച്ചാലും കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായി കിടക്കുന്നത്, ഭാഷ പഠിക്കുക അല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ക്രിസ്തു മതത്തെയും ഹിന്ദു മതത്തെയൊക്കെ മുസ്ലിമീങ്ങൾ നിഷേധിക്കുന്നതും എതിർക്കുന്നതും അവരുടെ സംസ്കൃത ഭാഷയും സിറിയക്ക് ഭാഷയൊക്കെ പഠിച്ചിട്ടാണ്. അതല്ലല്ലോ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു, അവരങ്ങനെ വിശ്വസിക്കുന്നു, അവരെ എതിർക്കുന്നു എന്നല്ലേ. അപ്പൊ ഭാഷ പഠിക്കണം എന്ന് പറയുന്നത് വിഷയം പഠിക്കണം എന്ന് പറയുന്നതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്, ഭാഷ പഠിക്കണം എന്നുള്ളതിനല്ല. ഈ യാഥാർത്ഥ്യത്വം അന്ധവിശ്വാസവും അവർക്കില്ല. മുസ്ലിം സമുദായത്തിലാണ്, പിന്നെ തീവ്രവാദവും മുസ്ലിം സമുദായത്തിലാണ് വളർന്നു വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തിന്മയുടെ ശക്തിയായിട്ടാണ് ഇപ്പം മുസ്ലിം സമുദായം നിൽക്കുന്നത്, മുസ്ലിം ആദർശം നിൽക്കുന്നത്. അതിനെ പിന്തുടരുന്ന ആളുകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പം ഇസ്ലാം മതത്തെ ഒരു ഭയത്തോടു കൂടിയാണ് ആളുകൾ നോക്കുന്നത്, ഫിയറോട് കൂടിയാണ്. ഇസ്ലാമോ ഫിയർ ഇവർ പരത്തിയിട്ടുണ്ട്. അതൊക്കെ മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെയധികം ശാസ്ത്രീയമായ ജീവിത രീതിയും ഒരു യുക്തിയുക്തമായ കാര്യങ്ങൾ കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. മാനവിക വിരുദ്ധം എന്ന് പറഞ്ഞാൽ അത് മറ്റ് സമുദായത്തിലെ ആളുകളോട്, മറ്റ് വിശ്വാസമില്ലാത്തവരോട്, മുശ്രിക്കുകൾ എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസികൾ, അതായത് അള്ളാഹുവിന്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട് എന്ന് വിചാരിക്കുന്നവർ, അവരോട് അള്ളാഹു കാണിക്കുന്ന അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ്. മറ്റിവിടെ കൊള്ളയോ കൊലയോ മറ്റ് എന്തെങ്കിലും സാൻമാർഗിക നടപടികളോ ഒന്നും അല്ല തെറ്റ്. അള്ളാഹുവിനെ പോലെ ഒരാളും കൂടി ഉണ്ട് എന്ന് ഒരാൾ വിചാരിച്ച പോലാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ് പറയുന്നത്. അപ്പൊ ആ തെറ്റിന്റെ പേരിൽ ഈ മാനവികത മുഴുവനും നഷ്ടപ്പെട്ടുകയാണ്. മാനവികത കാണിക്കുന്നില്ല. മാനവികത നഷ്ടപ്പെടുന്ന ഒരു കടുത്ത ഒരു സ്വന്തം മതത്തിനെ മാത്രം കാണുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. മറ്റ് അവിടെ മാനവികതയുടെ പ്രശ്നം ഇരിക്കുന്നില്ല. പക്ഷെ മാനവികതയ്ക്ക് അത് എതിരാണ്. ഇസ്ലാം മതത്തിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അല്ല. മുസ്ലിങ്ങളാവുന്നവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതുവരെ അവരെല്ലാം അള്ളാഹു മാത്രമാണ് ദൈവമെന്ന് സമ്മതിക്കുന്നവരെ, മുഹമ്മദ് റസൂലുള്ള, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് സമ്മതിക്കുന്നവരെയും, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്നും അള്ളാഹു മാത്രമാണ് ദൈവമെന്നും സമ്മതിക്കുന്നവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാന്നുള്ള നടക്കാൻ ഇസ്ലാമിലെ യുദ്ധം എന്നല്ലാതെ അത് എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രശ്നങ്ങൾ വരുന്നതിൽ നിന്നും ഉണ്ടാകുന്ന യുദ്ധമല്ല. മതം സ്വീകരിച്ച, അതായത് പൂർവ്വ മതത്തിൽ നിന്നും മറ്റൊരു മതം സ്വീകരിച്ച ആരുമായിട്ടെങ്കിലും അടുത്ത് ഇടപഴകുകയോ അവരുടെ പൂർവ്വ മതവും അവർ ചെന്നെത്തിയ പുതിയ മതവും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിങ്ങനെ പല കാരണങ്ങളാലും വളരുകയും തളരുകയൊക്കെ ചെയ്യും. അത് അത്രയേ അത് പറയാനുള്ളൂ.
ഏതായാലും ആര് വളർന്നാലും ഏത് കൺട്രീസിൽ വളർന്നാലും ഏത് രാജ്യത്തിൽ വളർന്നാലും നമുക്കറിയാനുള്ളത് ഏത് പോയിന്റിലാണ് ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് അയാൾ ഏത് വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്ലാം മതത്തിലേക്ക് വന്നത് എന്നാണ്. ഞാൻ ഒരുപാട് ഇങ്ങനെ മതം മാറിയ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അവരോട് സംസാരിച്ച് നോക്കുമ്പോൾ അയാളുടെ പൂർവ്വ മതത്തിൽ അയാളുടെ മുമ്പത്തെ മതത്തിൽ നിന്ന് ഈ മതത്തിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. 5-8 പേരെ ഞാൻ ഈ പലതവണയായി കണ്ടപ്പോൾ യാദൃശ്ചികമായി ചോദിച്ചതാണ്, നിങ്ങളുടെ മതം വിട്ട് ഇസ്ലാം മതത്തിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി പറയാനില്ല. അപ്പൊ നമുക്ക് എത്ര ആള് വരുന്നു, എത്ര ആള് പോകുന്നു, ഏത് പ്രദേശത്തുള്ള ആളുകൾ വരുന്നു എന്നുള്ളതല്ല, ഈ വരുന്ന ആളുകൾ മതം വിട്ട് അവരുടെ മതം വിട്ട് ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ മതരഹിതരായി നടക്കുന്നവർ തന്നെ ഇസ്ലാം മതത്തിലേക്കോ മറ്റു മതത്തിലേക്കോ വരുമ്പോൾ അവർ പറയുന്ന അവർ ഉയർത്തുന്ന ആശയം എന്താണ്, ഏത് മർമ്മത്തിലാണ് അവർ ഇതിന്റെ മാറ്റം കണ്ടത് എന്നുള്ളത് അവർ വ്യക്തമാക്കണം. അങ്ങനെ അവർ പറയാൻ സാധിച്ചതായിട്ട് ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. യുക്തിവാദികളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നു എന്ന് പൊതുവെ യുക്തിവാദികളെ മതവാദികൾ വിമർശിക്കാറുണ്ട്. മാഷേ, യുക്തിവാദികളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞാല് ദൈവത്തിലും മതത്തിലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യുക്തിവാദം എന്ന് പറയുന്ന പൊതുവായ ആശയം. യുക്തിവാദികൾ തമ്മിൽ യോജിപ്പിക്കുന്ന ആശയം അവര് ദൈവവിശ്വാസം അവർക്കില്ല, മതത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. അപ്പൊ അതല്ലാത്ത പല രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, പിന്നെ വ്യക്തിപരമായ ചിലതുണ്ടാവും, തൊഴിൽപരമായി ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അതിന്റെ പേരിൽ അവരിങ്ങനെ വേറിട്ട് പോയി മാറി ഒക്കെ വരും. അപ്പം യുക്തിവാദികളായതുകൊണ്ട് ഒരു ഏകശിലാരൂപത്തിൽ അവരെ കിട്ടണമെന്നില്ല. അവർക്ക് മൊത്തത്തിലുള്ള ഒരു ഐക്യം അവർ തമ്മിൽ ഉണ്ടാവുന്നത് ദൈവമില്ല അല്ലെങ്കിൽ മതം അന്ധവിശ്വാസമാണ് എന്നുള്ള ഇക്കാര്യങ്ങളിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് യുക്തിവാദികൾ മാറി വ്യത്യസ്ത ഗ്രൂപ്പുകളാവുക എന്ന് പറയാൻ പറ്റില്ല. അത് ഗ്രൂപ്പുകളും അത് ജനാധിപത്യത്തിന് പ്രത്യേകിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളപ്പോൾ മറ്റു പല കാരണങ്ങളാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഗ്രൂപ്പ് തിരിച്ചു പോവാം, സംഘടനകൾ ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അത് യുക്തിവാദികളായതുകൊണ്ട് ഉണ്ടായിക്കൂടാ എന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കുകയില്ല. മതങ്ങളെ കുറിച്ച് തിരുവായ്ക്ക് എതിർവയില്ലാതെ ഏതൊരു പണക്കാരനും പാവപ്പെട്ടവനും മുതലാളിയും തൊഴിലാളിയും കറുത്തവനും വെളുത്തവനും ഒന്നുപോലെ തന്നെ അംഗീകരിച്ചിരുന്ന, അനുസരിച്ചിരുന്ന, പിൻപറ്റിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മുടെ ഇടമറുക് ഖുർആൻ വിമർശന പഠനം എന്ന പുസ്തകം എഴുതുന്നത്. അതിൽ താങ്കൾ ഒരു നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് പറയാമോ? അത് ഖുർആൻ വിമർശന പഠനം എന്ന പുസ്തകം ഇടമറുക് യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി അറിയപ്പെടുന്ന ഇടമറുക് ഇറക്കിയിട്ടുണ്ട്. അത് 1982 അതിന്റെ ആദ്യ കോപ്പി ഇറങ്ങുന്നത്. പിന്നെ ഇപ്പോഴേക്കും 10-14 കോപ്പിയോ 15 കോപ്പിയോ 10-15 എഡിഷനാണ് അത് ഇറങ്ങിപ്പോയി. 10-15 പതിപ്പുകൾ ഇറങ്ങിപ്പോയി. അപ്പോ ആ പുസ്തകം അദ്ദേഹം രചിക്കുന്നതിന്റെ ഭാഗമായി ആ പുസ്തകം എഴുതുന്നതിന്റെ തൊട്ട് 1 മാസം മുമ്പ് അദ്ദേഹം കൊയിലാണ്ടിയിൽ വന്നു. അങ്ങനെ എന്നോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള നോട്ട് പുസ്തകം ഒരു 5-8 നോട്ട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ മതകാര്യങ്ങൾ എഴുതി വെച്ചത്, ഇസ്ലാമത വിമർശനങ്ങളും മറ്റു പല സാമൂഹ്യ വിമർശനങ്ങളൊക്കെ എഴുതി വെച്ചത് ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു. ഹെഡിങ് കൊടുത്തിട്ട് എഴുതുന്നത്, പത്രവാർത്തകളൊക്കെ അതും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു 8 നോട്ട് പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് നോട്ട് പുസ്തകങ്ങളുണ്ട്, ഞാൻ കൊണ്ടുവന്ന് തരാം, സാറ് അതിൽ നിന്ന് വേണ്ടപ്പെട്ടത് എഴുതിയെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊയിലാണ്ടി പട്ടണത്തിൽ അദ്ദേഹം താമസിച്ച ലോഡ്ജിൽ ഈ പുസ്തകങ്ങൾ കൊണ്ടുപോയി കൊടുത്തു, നോട്ട് ബുക്കുകൾ. അതിനുശേഷം അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ എന്നോട് പറഞ്ഞു, കോഴിക്കോട് പോകണം, നമുക്ക് കുറച്ച് അറബി പുസ്തകങ്ങൾ അറബി ബുക്ക് സ്റ്റാളിൽ നിന്ന് മലയാള പരിഭാഷയുള്ള അറബി ബുക്കുകൾ വാങ്ങണം, അത് വാങ്ങാൻ വേണ്ടി എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് പോയി. കോഴിക്കോട് പഴയ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള പാളയം, അവിടെ കുറെ ഒരു പള്ളിക്ക് ചുറ്റും കിടക്കുന്ന ബുക്ക് സ്റ്റാളുകളുണ്ട്, അറബി ബുക്ക് സ്റ്റാളുകൾ തന്നെ. അവിടെ ഇസ്ലാമത ബുക്ക് സ്റ്റാളുകൾ, അറബി ബുക്ക് സ്റ്റാളുകളുമല്ല, ഇസ്ലാമത്തെ സംബന്ധിച്ചുള്ള ബുക്കുകൾ വിൽക്കുന്ന കടകളുണ്ട്. ആ കടകളിൽ പോയിട്ട് അദ്ദേഹം കുറെ പുസ്തകങ്ങൾ വാങ്ങി, അതൊക്കെ ഡൽഹിയിലേക്ക് അയച്ചു. പിന്നെ ഞാൻ CN അഹമ്മദ് മൗലവിയുടെ ബുഖാരിയുടെ പരിഭാഷ 2 വാള്യമാക്കി ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെയാണ് ഈ പുസ്തകം, ഖുർആൻ വിമർശന പഠനം എന്ന പുസ്തകം ഇറങ്ങിയത്. അത് നമ്മുടെ കേരളത്തിലെ ഇസ്ലാമത വിമർശനത്തിന്റെ ഒരു ഉദ്ഘാടനമായിരുന്നു. അത് ഇടമറുകാണ് നിർവഹിച്ചത്. അദ്ദേഹം പുസ്തകം തയ്യാറാക്കി ഉടനെ തന്നെ, അതായത് പിന്നെ
മെയ് മാസത്തിൽ വന്നു പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ജൂൺ ജൂലൈ ആകുമ്പോഴേക്ക് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകം ഇറങ്ങിയതോടുകൂടി ധാരാളം ഒച്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇന്നും അതിന്റെ അലയടികൾ തുടരുന്നുണ്ട്. ഇന്നും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് ഖുർആൻ ഒരു വിമർശന പഠനം എന്നുള്ളത്. ഒരുപാട് ആളുകളെ, വിശേഷിച്ചും ഹിന്ദുക്കളായ ആളുകളെ പോലും മതം വിടാനുള്ള ഒരു പ്രേരണ ആ പുസ്തകത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് രഘുനാഥ് എന്ന് പറഞ്ഞിട്ട് ഒരാള്, അദ്ദേഹം കേരളീയനാണ്, ഇരിങ്ങാലക്കുട സ്വദേശിയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ താമസമായ ആള് ഗുജറാത്തിലെ ലത്തൂരിലാണ്. അയാൾ ഒരിക്കലും എന്നെ ഹൈദരാബാദിൽ ഞങ്ങൾ ഒരു മീറ്റിംഗ് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ മതം വിടാൻ കാരണം ഖുർആൻ വിമർശന പഠനം എന്നുള്ള പുസ്തകം വായിച്ചുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഹിന്ദു ആയ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഖുർആൻ വിമർശനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മതം വിടാൻ തോന്നുന്നത്? അപ്പൊ അയാൾ പറയുന്നത്, ഒരു മതത്തെ വിമർശിക്കുന്ന ആ വിമർശനം പക്ഷേ എല്ലാ മതത്തിനെയും അത് കൊള്ളും. അത് ശ്രദ്ധിച്ച് വായിച്ചാൽ അങ്ങനെയാണ് അത് സംഭവിക്കുക. അങ്ങനെ ഞാൻ ഖുർആൻ വിമർശന പഠനം വായിച്ചിട്ടാണ് ഞാൻ യുക്തിവാദിയായിരുന്നു പറഞ്ഞത്. അതുപോലെ യുക്തിവാദ രംഗത്ത് വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച, വളരെ സ്വാധീനം ചെലുത്തിയ ഒരു പുസ്തകമായിരുന്നു ഇടമറികിന്റെ ഖുർആൻ വിമർശന പഠനം എന്നുള്ളത്. അദ്ദേഹം 2014 അദ്ദേഹം മരിച്ചുപോയി. അതുവരെ അദ്ദേഹം വളരെ ശക്തമായിട്ട് യുക്തിവാദ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു. താങ്കൾ ഒരുപാട് യുക്തിവാദി സദസ്സുകളിൽ ദീർഘമായി പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനുമായും പല വേദികളിലും ഒരുമിച്ചുണ്ടായിട്ടുമുണ്ട്. ഞാൻ താങ്കളുമായി വേദി പങ്കിട്ടതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ആദ്യമായി എനിക്ക് തോന്നുന്നത് കൊല്ലത്തൊരു പ്രോഗ്രാമിനാണ് കലാനാഥ മാഷോടൊപ്പം ആദ്യമായി ഒരു പ്രോഗ്രാം ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിനു മുമ്പ് ഞാനും അബ്ദുൽ അലി മാഷും മാത്രം ഒരു ചേകനൂർ അനുസ്മരണത്തിന് പങ്കെടുത്തിട്ടുണ്ട്. ചേകനൂർ മൗലവിയുടെ മകൻ ഉൾപ്പെടെയുള്ള ഒരു വേദിയിൽ. അപ്പോൾ താങ്കളുടെ യുക്തിവാദ പ്രചരണ ജീവിതത്തിനിടയിൽ താങ്കൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? യുക്തിവാദ പ്രചരണത്തിന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പൊതുയോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അത് മിക്കവാറും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതുണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം യോഗം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ആളുകൾ ഇസ്ലാം മത വിമർശനം വളരെയധികം മുസ്ലിങ്ങൾ ഇസ്ലാം മത വിമർശനത്തെ വളരെ അസഹിഷ്ണുതയോടെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ശരീഅത്ത് പ്രക്ഷോഭം ഒക്കെ നടക്കുന്ന 84 കാലത്ത് അന്ന് ശരീഅത്തിന് എതിരായിട്ട് നമ്മൾ പ്രസംഗിക്കുമ്പോഴും അതുപോലെ മറ്റ് യുക്തിവാദ പ്രസംഗങ്ങൾ നടത്തുമ്പോഴും പല സ്ഥലത്തും പല മുറിവുറപ്പും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായി ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത്, ഒന്ന് വയനാട്ടില് വെള്ളമുണ്ട അവിടെ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വെച്ച് പകല് ഒരു 3 മണിക്ക് നമ്മളവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അവിടെ ഒരു പ്രചരണയാതയായിരുന്നു. ആ പ്രചരണയാതയെ പോയിട്ട് അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് എന്നെ കയ്യേറ്റം ചെയ്തു. അതിൽ ഒരു മുസ്ലിയാർ വന്നിട്ട് എന്നെ അടിച്ചു. അയാൾ അവിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പറഞ്ഞപ്പം പോലീസുകാരൊന്നും അതിൽ വേണ്ടത്ര താല്പര്യം എടുത്തില്ല. പിന്നെ പ്രസംഗം തുടരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ അവിടെ പത്തനംതിട്ട സിവിൽ സ്റ്റേഷൻ മൈതാനം, ഇപ്പൊ സിവിൽ സ്റ്റേഷനാണ് അവിടെ. ആ സിവിൽ സ്റ്റേഷൻ മിനി സിവിൽ സ്റ്റേഷനോ നടന്നില്ല. അതിന്റെ ഒരു മൈതാനത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക നല്ല ശക്തമായ കല്ലേറ് വന്നു. കുറെ ആളുകൾ യോഗം കയ്യേറി, യോഗം ആകെ അലങ്കോലപ്പെട്ടു. അങ്ങനെ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ MJ അൽഫോൺസ് എന്ന് പറഞ്ഞ ആൾ എൻ്റെ മേലെ സ്റ്റേജിന്മേൽ എന്നെ കിടത്തിയിട്ട് അതിന്റെ മേലെ അയാൾ അമർന്നു കിടന്നു. അങ്ങനെ അതുപോലെ കല്ലൊക്കെ അയാളുടെ തലക്ക് കുരുങ്ങി. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മുൻ MLA ആയിരുന്ന ഒരാള് സുകുമാരൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കണ്ണടക്ക് വേറ് കണ്ണടക്ക് തട്ടിയത് കൊണ്ട്, അതായത് ചെവിന്റെ ഭാഗത്ത് വന്ന വേറ് കണ്ണടന്റെ കാലിന് തട്ടിയത് കൊണ്ട് അയാളെ തലച്ചോറിലേക്ക് കല്ലിന്റെ ആക്രമണം തലക്ക് കുടുങ്ങാതെ അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെ വലിയ സംഭവമൊക്കെ അവിടെ ഉണ്ടായി. പ്രധാനമായിട്ട് ഈ 2 സംഭവങ്ങളാണ് ഓർമ്മയുള്ളത്. പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും ചെറിയ കൂവലും, അതുപോലെ 1-2 സ്ഥലങ്ങളിൽ കൂവലുണ്ടായിട്ടുണ്ട്. കൊയിലാണ്ടി തന്നെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തത് സ്കൂളിന്റെ അടുത്ത് നടേരി കാവുമ്പത്തം എന്ന സ്ഥലത്ത് അവരുടെ പൊതുയോഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ചെറുപ്പക്കാർ കുറെ ആളുകൾ ദൂരാന്നിട്ടാണ്, നമ്മളെ ഒമ്പൊന്നല്ല ഇരുട്ടത്താണ് പോകുന്നത്, ആ കൂവലുണ്ടായി. അതുപോലെ തന്നെ അരിക്കുളത്ത് പ്രസംഗിക്കുമ്പോഴുണ്ടായി കൂവല്. അതും പ്രസംഗം കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ്. അതവർ യോഗ സ്ഥലത്തേക്ക് വന്നിട്ടൊന്നുമല്ല, ദൂരെ മാറി വന്നിട്ട് കേൾക്കാവുന്ന വിധത്തിലുള്ള കൂവലാണ്. ഇങ്ങനെ കുറെ കൂവലും. പിന്നെ ചില സ്ഥലത്ത് മാങ്കാവിൽ ഉള്ളപ്പോൾ അവിടെ ഒരു കല്ലേറ് വന്നു. സ്റ്റേജിലേക്ക് വലിയ കല്ലേറ് വന്നപ്പോൾ പിന്നെ നമ്മുടെ സംഘാടകർ പറഞ്ഞ് നമ്മുടെ പ്രസംഗം നടത്താം, പരിപാടി അവസാനിപ്പിക്കാന്ന് പറഞ്ഞ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്.
താങ്കൾ ഒരു യുക്തിവാദിയായിരുന്നിട്ടും താങ്കളെ ഞാൻ ആദ്യമായി കാണുന്നത് തന്നെ ചേകനൂർ മൗലവിയുടെ അനുസ്മരണ യോഗത്തിലാണ്. എന്താണ്ട് കണ്ടംകുളം ജൂബിലി ഹാളിലാണ് കോഴിക്കോട് കാണുന്നത്. അപ്പോൾ താങ്കൾക്ക് ചേകനൂർ മൗലവിയുടെ ആദർശത്തെ കുറിച്ച്, ആശയത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാമോ? അദ്ദേഹം ഒരു നിരീശ്വരവാദി ആയിരുന്നോ, അതോ അദ്ദേഹം മതത്തിൽ നന്നായി വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസിയായിരുന്നു? ഇപ്പൊ ഈ മാസം ജൂലൈ 29-നാണല്ലോ ചേകനൂർ മൗലവിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നത്. ഈ മാസം 29-നാണല്ലോ. ഇന്നിപ്പോ തീയതി 20-ഓ എത്രയാ? 20. ആ, അപ്പോ അത് മൗലവിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നത് 93 ജൂലൈ 29. ഞാൻ അദ്ദേഹത്തിന് 65 മുതൽക്ക് അറിയും. 65-ൽ അദ്ദേഹം എന്റെ കാപ്പാട് ദേശത്തിന്റെ അടുത്തുള്ള, കോഴിക്കോട് ജില്ലയിൽ കാപ്പാട് ദേശത്തിന്റെ അടുത്തുള്ള അത്തോളിയിൽ അദ്ദേഹം ഈ മുജാഹിദുകൾ എന്ന് പറയുന്ന മുസ്ലിം ഗ്രൂപ്പിന്റെ ആളായിട്ട് പ്രസംഗിക്കാൻ വന്നു. പ്രസംഗിക്കാൻ വന്ന അവസരത്തിൽ അദ്ദേഹം ഇങ്ങനെ ഈ മതനിയമങ്ങളെ വിലയിരുത്തുന്നത് ബുദ്ധി ഉപയോഗിച്ചാണ്, ബുദ്ധിപരമായിട്ടാണ്, പ്രമാണങ്ങളെല്ലാം അദ്ദേഹം കൂടുതൽ അവലംബമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം സാധാരണ വെള്ളിയാഴ്ചയിൽ പള്ളിയിൽ ഉച്ചക്ക് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് നിസ്കാരത്തിന് മുമ്പായിട്ട്. ആ പ്രസംഗത്തില് പ്രസംഗിക്കുന്ന ആള്, അതാ കുത്തുബ എന്ന് പറയാം അറബിയിൽ. ആ കുത്തുബ പ്രസംഗത്തിന് ഇരിക്കുമ്പോൾ, പ്രസംഗം നടത്തുന്നതിനിടയ്ക്ക് ആ പ്രസംഗകനൊന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റിട്ട് രണ്ടാമത് പ്രസംഗം നടത്തും. അപ്പം കുറച്ച് പ്രസംഗിച്ച് കഴിഞ്ഞാൽ അയാളൊന്ന് ഇരിക്കും, പിന്നെ അയാൾ വീണ്ടും എഴുന്നേൽക്കും. അതിനെപ്പറ്റി മൗലവി അന്ന് 65 പറഞ്ഞു. അത് നബി അദ്ദേഹത്തിന് ക്ഷീണം തോന്നിയ അവസരത്തിൽ ഇരുന്നതാണ്. അതുകൊണ്ട് ക്ഷീണമില്ലാത്ത ആളുകൾ പ്രസംഗത്തിൽ ഇരിക്കണമെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മനസ്സിലാക്കി ഇയാൾ എല്ലാ കാര്യങ്ങളെയും, പ്രമാണങ്ങളല്ല, ന്യായമാണ് അദ്ദേഹം പരിശോധിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ എപ്പോഴും ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ 1970 അദ്ദേഹം മോഡേൺ ഏജ് സൊസൈറ്റി, ഇസ്ലാമും ആധുനിക സമൂഹവും എന്ന രീതിയിൽ, ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി കോഴിക്കോട്ട്. അതും അദ്ദേഹമായിരുന്നു അതിന്റെ അണിയറ ശില്പി. അദ്ദേഹം അതിൽ വൈസ് പ്രസിഡന്റോ മറ്റോ ജോയിന്റ് സെക്രട്ടറിയോ മറ്റോ ആയിരുന്നെങ്കിലും പ്രസിഡന്റും സെക്രട്ടറിമാരെക്കാളൊക്കെ തന്നെ അദ്ദേഹമാണ് അതിന്റെ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത്. അത് ശരീരത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണം, ബഹുഭാര്യത്വം നിരോധിക്കണം, തലാഖ് ചെല്ലാനുള്ള അവകാശം കോടതി മുഖേന മാത്രമേ പാടുള്ളൂ എന്നാക്കണം, വിവാഹമോചനം കോടതി മുഖേന ആക്കുക, തലാഖ് കൊണ്ടുപോയി പറ്റില്ല, തലാഖല്ല വിവാഹമോചനത്തിന്റെ നിയമങ്ങളാണ് ഉണ്ടാവേണ്ടത്, അത് കോടതിയിലൂടെ മാത്രം വിവാഹമോചനം എന്നുള്ള അവസ്ഥ ഉണ്ടാവണം. പിന്നെ ആണിനും പെണ്ണിനും തുല്യമായി സ്വത്തവകാശം കൊടുക്കണം, മരിച്ചുപോയ മക്കളെ സ്വത്ത് കൊടുക്കണം, മരിച്ചുപോയ മക്കൾക്ക് സ്വത്ത് കൊടുക്കാത്ത അവസ്ഥയാണ് ഇന്നത്തെ നിയമത്തിലുള്ളത്, അത് തിരുത്തണം. ഇന്നിത്യാദി കാര്യങ്ങളായിരുന്നു മോഡേൺ ഏജ് സൊസൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹം 1970 പറഞ്ഞത്. അതെല്ലാം വളരെ ആകർഷണീയമായി എനിക്ക് തോന്നി. ഞാൻ എന്നും ആ കാര്യത്തിൽ നിരീശ്വരവാദി ആയിരിക്കുമ്പോൾ തന്നെ പ്രായോഗിക തലത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ കൂടെ നിന്നിരുന്നു. അദ്ദേഹത്തോട് ബഹുമാനമായിരുന്നു. അദ്ദേഹം ഒരിക്കലും തന്നെ നിരീശ്വരവാദത്തെ വിമർശിച്ചുകൊണ്ട് അത് തെറ്റായതാണ്, അതിന്റെ ശരി ഈശ്വരവാദമാണ് എന്ന രീതിയിൽ ഒരു വാചകം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഖുർആൻ വിമർശന പഠനം എന്നുള്ള പുസ്തകം ഇറങ്ങിയ അവസരത്തിൽ 1982 ഇടമറുക് ഖുർആൻ വിമർശന പഠനം എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കി. അതിന് ഞാൻ ഇടമറുകിന് സഹായങ്ങൾ ചെയ്തു. ആ സഹായങ്ങൾ ചെയ്തതിന്റെ പേരിൽ ആ കാര്യങ്ങൾ എനിക്ക് വമ്പിച്ച എതിർപ്പുകളുണ്ടായി. പക്ഷേ ആ അവസരത്തിൽ പോലും മൗലവി എന്തിനാണ് അത് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്നോ ഇടമറുകി വിമർശിച്ചത് തെറ്റാണെന്നോ ഒന്നും മൗലവി പറഞ്ഞിട്ടില്ല. അപ്പം കാര്യങ്ങളെല്ലാം യുക്തിയുക്തമായി കാണുന്ന ഒരു മനസ്സാണ് മൗലവിയുടേതെന്ന് എനിക്ക് അന്നേ ബോധ്യമായിരുന്നു. എന്നും ആ ബോധ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ പറ്റി ആ നിലയ്ക്ക് തന്നെയാണ് ഞാൻ കാണുന്നത്. ആ നിലയ്ക്ക് ഒരുപാട് ആൾക്കാർക്ക് സത്യം മനസ്സിലായെങ്കിലും മതം ഉപേക്ഷിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പല ആൾക്കാർക്കും ഫിനാൻഷ്യൽ സ്രോതസ്സുകളുണ്ട്, നന്നായി ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള എല്ലാ വക ചുറ്റുപാടുകളും ഉണ്ടെങ്കിലും മക്കൾ, വിവാഹം, പള്ളി, സമൂഹം, കുടുംബം, ഇത്തരം വിലക്കുകളെയും ഒറ്റപ്പെടുത്തലുകളെയും ഇവർ ഭയക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മാഷക്ക് 3 പെൺമക്കളാണ്. മാഷ് ഒരു യുക്തിവാദി ആയതിന്റെ പേരിൽ മക്കളുടെ വിവാഹം, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട അത്തരം വിവരങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമോ? മതപരമായ എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഞാനൊരു മതവിശ്വാസി അല്ല എന്നതിന്റെ പേരിൽ എനിക്ക് വന്ന വിവാഹ ബന്ധങ്ങളൊന്നും പോയിട്ടില്ല. എനിക്ക് 3 പേര് പെൺകുട്ടികളാണ്. ആ 3 പെൺകുട്ടികൾ സാമാന്യം പഠിക്കുകയും അവർക്കൊക്കെ സർക്കാർ സർവീസിൽ ജോലിയുണ്ട് ഇപ്പോൾ. പക്ഷേ
അവരെ കല്യാണം കഴിക്കുന്ന അവസരത്തിൽ തന്നെ അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ്, ജോലി സാധ്യതയുള്ള പെൺകുട്ടികളായിരുന്നു. അപ്പോൾ കല്യാണം കഴിക്കാൻ വന്ന ആളുകളോട് ആദ്യം തന്നെ ഞാൻ പറയും, ഞാൻ ഒരു യുക്തിവാദിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മതപരമായ ചടങ്ങുകൾ വേണ്ടത്, ആ ചടങ്ങിനൊന്നും ഞാൻ എതിരല്ല. പിന്നെ എൻ്റെ ഈ യുക്തിവാദി ആണ് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട, ഞാൻ യുക്തിവാദിയാണ്. ആ യുക്തിവാദി എന്നുള്ള അതൊരു കുറവായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ വരേണ്ടതില്ല. അതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെ നിങ്ങൾ അന്വേഷിക്കാൻ വരുമ്പോൾ ബാക്കി എല്ലാ കാര്യവും നിങ്ങൾക്ക് അന്വേഷിക്കുക. ഈ യുക്തിവാദിയാണ് എന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, അത് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വരണ്ടൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു തൃപ്തിയോടുകൂടി വന്നവരാണ് 3 പേരും. അത് ആദ്യത്തെ കല്യാണം തന്നെ, ആദ്യത്തെ വയസ്സിന് തന്നെ കല്യാണം നടന്നു. രണ്ടാമത്തെ ഒരു അന്വേഷണത്തിന് വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ കല്യാണമൊക്കെ നടക്കുകയാണ് ചെയ്തത്. അതെല്ലാം തന്നെ അവർ സുഖമായി ജീവിച്ചു പോരുകയാണ് ചെയ്തത്. ഇതൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. യുക്തിവാദത്തിന്റെ പേരിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. പിന്നെ കുട്ടികളാണെങ്കിൽ അവർക്ക് ജോലി സാധ്യതയുണ്ട്. ആ രീതിയിൽ അവർ മറ്റ് കാര്യങ്ങളൊക്കെ അവർ വരുന്നവർ ശ്രദ്ധിക്കില്ല. വരുന്നവരെ സംബന്ധിച്ചിടത്തോളം മതം അത്ര വലിയ സീരിയസ് പ്രശ്നമായിരിക്കില്ല. വളരെ ഗൗരവമായി മതത്തെ കാണുന്നവരല്ല, കുറച്ചൊരു സാമൂഹ്യ ബോധമുള്ള ആളുകളാണ് വന്നിട്ടുള്ളവരൊക്കെ. അതുകൊണ്ട് അത് വലിയ പ്രശ്നമായില്ല. അല്ലാത്തവർ നമ്മളടുത്തേക്ക് വന്നിട്ടില്ല. വന്നവർക്ക് ഉടനെ കല്യാണം കഴിച്ചു. സമ്പന്നന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണോ യുക്തിവാദം? ഞാൻ സാമ്പത്തികമായ യാതൊരു സമ്പത്തുള്ള ആളല്ല. എനിക്ക് എന്ന് പറഞ്ഞാൽ പാപ്പ ഷൊർണൂര് തൃശ്ശൂർ ജില്ലയില് ദേശമംഗലം കല്ലൂരുള്ള ആളാണ്. അദ്ദേഹം കാപ്പാട് മുദരിസായിട്ട് വന്നു. അങ്ങനെ ഒരു മുസ്ലിയാർ പാരമ്പര്യത്തിൽ വന്ന ആളാണ്. സാമ്പത്തികമായി ഞങ്ങൾക്ക് അങ്ങനെ ഉയർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതോടുകൂടി തന്നെ കാപ്പാട് എൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ചു. അതും ഒരു ദരിദ്ര കുടുംബത്തിലാണ്. അങ്ങനെ പിന്നെ ഞാൻ അറബി ടീച്ചറായി ഗവൺമെന്റ് സർവീസിൽ വന്നു. അതിന്റെ ഉപജീവനത്തിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു ഉറപ്പല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് യാതൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ആദർശവും സാമ്പത്തികവും തമ്മിൽ ആലോചിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, കുറെ ആൾക്കാരൊക്കെ ഇതിനെ ഭയപ്പെടുന്നു, സാമ്പത്തികമായി സൗകര്യമുള്ളവരും. ആ ഭയം ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അസ്ഥാനത്താണ്. അവരങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം സാമ്പത്തികമായി എല്ലാ സൗകര്യമുള്ളവനും ആ സൗകര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭയപ്പെടും. സാമ്പത്തികമായി ഒരു ഗതിയില്ലാത്തവന് എനിക്ക് എന്തെങ്കിലും ഗതി വേണമല്ലോ, ഞാൻ ഇതൊന്നും യുക്തിവാദമൊന്നും പറഞ്ഞ് അതൊന്നും ശരിയാവില്ല എന്ന് ചിന്തിക്കും. അപ്പം ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടാനേ നേരം ഉണ്ടാവുള്ളൂ. ആദർശത്തോടും സ്വന്തം മനസാക്ഷിയോടും അവനൊരു ഉത്തരവാദിത്വം കാണിക്കുക. ആണ് ഞാൻ പറയുന്നത്, അത് ശരിയാണ്. അതും ശരിയാണെങ്കിൽ എപ്പോഴും അത് ശരിയാണെന്നുള്ള എനിക്ക് അതിൻ്റെ ഉറച്ചു നിൽക്കുക. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് നീക്കുക എന്നല്ലാതെ ഇതിങ്ങനെ ഈ ആദർശം നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സൗകര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ആദർശങ്ങൾ മാറി മാറി പറയാന്നുള്ള ആ ഒരവസ്ഥ ശരിയല്ല. അത് വെറും ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു തരം വാദമാണത്. എനിക്കൊരു കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ യുക്തിവാദം പറഞ്ഞു ഇറങ്ങാൻ ശരിയാവില്ല എന്ന് ചിലർ വിചാരിക്കും. നല്ല സമ്പന്നർ വിചാരിക്കും നമ്മളെ ബിസിനസ്സും വലിയ കച്ചവടമൊക്കെ പൊളിഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് പറയില്ല. അപ്പൊ അതിങ്ങനെ ഒരു ഒഴിവ് പറയാണ്. അവർക്ക് സ്വന്തമായി ഒരു ഉറച്ച തീരുമാനമില്ല എന്നുള്ളതാണ് ഞാൻ അത്തരം ആളുകളെ പറ്റി മനസ്സിലാക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം വിട്ടുപോയി. മാഷെ, ഏതെങ്കിലും ഇസ്ലാമിക പ്രഭാഷകരോ സംഘടനാ നേതാക്കളോ നേരിട്ട് സംസാരിക്കാനോ ഉപദേശിക്കാനോ ആ കാലഘട്ടത്തിലോ എങ്ങാനും ശ്രമിച്ചിട്ടുണ്ടോ? അറിയാം. ഞാനിങ്ങനെ യുക്തിവാദത്തിലേക്ക് മാറിയിരിക്കുന്നെന്ന് പറഞ്ഞ് സംഘടനയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം 1978 ശേഷം നമ്മളെ കാപ്പാട് ഇസ്ലാമതത്തിലെ വലിയ പ്രമുഖരായ അന്നത്തെ പ്രസംഗകരായിരുന്ന വൈരത്തറ മുഹമ്മദ് കുഞ്ഞുമൗലവി, അതുപോലെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ശംസുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, പിന്നെ അവിടെ തന്നെ പല ആളുകളും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇവരൊക്കെ വന്നിട്ട് പ്രസംഗിച്ച് വിമർശിച്ചു പോയി എന്നല്ലാതെ എന്നെ നേരിട്ട് സംസാരിക്കാനോ വിളിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ഉപദേശിക്കുകയോ ചെയ്തിട്ടില്ല. പ്രസംഗത്തിലൂടെ അവരിങ്ങനെ സംസാരിക്കും. പിന്നെ ചിലർ എന്നെ ഈ വൈരത്തറ മുഹമ്മദ് കുഞ്ഞുമൗലവി ഒരിക്കലേ എന്നെ പള്ളി അവിടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു, ഈ കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് സംശയമുള്ള കാര്യങ്ങളൊന്നുമില്ല, വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചെല്ലണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സംശയമൊന്നും എനിക്കില്ല, ഞാൻ പറയുന്ന കാര്യമൊക്കെ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാനങ്ങനെ അദ്ദേഹത്തിന്റെ വിളിക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ ഇനി അതിൽ കവിഞ്ഞ് അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കണം നിർബന്ധമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരിക എന്നല്ലാതെ വേറെ അതിൽ മറ്റൊന്നുമില്ല എന്ന രീതിയിൽ ഞാനതിന് മറുപടി പറഞ്ഞു. അതാണ് ഒരു പിന്നെ സംവാദത്തിൽ നമ്മൾ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരുമായിട്ട്
ഫറോക്കില് ഡോക്ടർ ഇ വി ഉസ്മാൻ കോയന്റെ കൂടെ, ഉസ്മാൻ കോയ അന്ന് നമ്മുടെ കൂടെ സജീവമായിട്ട് KYS കേരള യുവജന സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന കാലമാണ്. ആ കാലത്ത് അദ്ദേഹത്തെ ക്ഷണിച്ച കൂട്ടത്തിൽ ഞാനും കൂടി അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരുമായിട്ട് അവിടെ ഒരു ഗവൺമെന്റ് LP സ്കൂളിന്റെ അങ്കണത്തിൽ വെച്ചൊരു സംവാദം ഉണ്ടായിട്ടുണ്ട്. സംവാദം എന്ന് പറഞ്ഞാൽ സെമിനാർ. അങ്ങനെ അതുപോലെ സെമിനാറുകളിൽ പല സ്ഥലത്തും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റുള്ള ഒന്നുമില്ല. നേരെ ചോദ്യം ചോദിക്കാൻ വരുന്നത് ചെറുകിടക്കാരായ മുസ്ലിംമാരൊക്കെയാണ്. അവിടെ ഞാൻ ഒന്നും രണ്ടും ചോദിക്കുമ്പോഴേക്ക് ഒഴിവാക്കും. ഒരു ദിവസം പൂക്കാട് അങ്ങാടിയിൽ ഞാൻ നിൽക്കുമ്പോൾ നമ്മളെ കാപ്പാട്ടിലുള്ള ഒരു 3 സുഹൃത്തുക്കളും ഒരു മൗലവിയെയും കൂട്ടി വന്നു. അപ്പൊ മൗലവി പെട്ടെന്ന് ഞാൻ റോട്ടിൽ തന്നെ കണ്ടോണ്ട് തന്നെ ലോകം പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ പറയുന്ന ഇതാണ്, ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, അള്ളാഹു ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോ ഈ 3 പേരും കൊണ്ടുവന്നത് ഈ മൗലവിയുടെ കയ്യിൽ നല്ല എന്തെങ്കിലും എന്നെ പറഞ്ഞു മുട്ടിക്കാനുള്ള ആ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ 3 പേര് അയാളെ കൂട്ടി വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചാലോട്, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ ഉണ്ടാക്കിയതാരാണ്? അതും വേണ്ടി വരില്ല. ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവാണ് ഉണ്ടാക്കിയതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ ഒരാൾ വേണമെന്നുള്ള നിർബന്ധമാണെങ്കിൽ അള്ളാഹുവിനെ ഉണ്ടാക്കാൻ ഒരാൾ വേണമല്ലോ എന്ന് ചോദിച്ചതോടുകൂടി പിന്നെ അയാൾ ആളൊന്നും പറയാതെ സ്തംഭിച്ചു നിന്നുപോയി. അപ്പൊ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന അവരാണെങ്കിൽ അവർ ഉടനെ സ്ഥലം വിട്ട് പോയി കഴിഞ്ഞു. അതൊക്കെ ചെറുകിടക്കാരാണ് വരുന്നത്. അതിന് പേരും പ്രശസ്തിയുള്ളവരൊന്നല്ല. അത് അവധി പഠിച്ച ആൾക്കാരും അധ്യാപകരൊക്കെ തന്നെയാണ് അവരും. അങ്ങനെയൊക്കെ ചെറിയ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. അതൊക്കെ ഒറ്റയടിക്കും നമുക്ക് മറുപടി പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ ചോദ്യക്കാരെ ഒന്നും ഒന്നിന്റെയും ഒടുക്കമല്ല, പലതിന്റെയും തുടക്കമാണ്. ചിന്തിക്കാനും അതുവഴി മാറാനും ഇതെല്ലാം വഴിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അബ്ദുൽ അലി മാഷിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടുന്നത് വരേക്കും നന്ദി.